എന്തായി ഗേറ്റ് അടവ് എങ്ങനെ ഗേറ്റ് ഒരു ദിവസം 12 ഇട്ടല്ലോ വാണിമ്പലം ഗേറ്റ് അടവ്. എന്തൊരടങ്ങറ എങ്ങനെ ഒരു ആംബുലൻസിനൊക്കെ കടന്നു പോകാൻ എങ്ങനെ ഇത് കഴിയാം? ആംബുലൻസ് വന്നാൽ അവിടെ അപ്പുറത്താരും ലോഡിങ്ങാരും ആൾക്കാരൊക്കെ കൂടിയാണ്ട് വേറെ രക്ഷപ്പെടുത്തലാണ്. എന്നാൽ ഇതിൽ കൂടെ വരേണ്ടി എഴുതിയാണ്ട് ആലമടത്ത് കൂടെ പോവുകയാണെങ്കിൽ അതിൽ കൂടെ ബോട്ട് ഇറക്കണം. അല്ല, ഞാൻ വേറെ സംശയം കേട്ടെ, ഈ വാണിമ്പലത്തിനുള്ളൂ ഇത്ര ടഫ്? അതെല്ലാ വണ്ടികളും വന്നുകൊണ്ട് ഇവിടെ വന്നാണ്ട് ഒരുക്കൂടല്ലേ, എല്ലായിടത്തും വന്നാണ്ട് ഇവിടെ ഒരുക്കൂടാണ്. ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ച മേൽപ്പാലം എന്ന് പറഞ്ഞാൽ മേൽപ്പാലം വരും എന്ന് പറഞ്ഞിട്ട് മേൽപ്പാലം ചിലപ്പോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് വരും കാലം. നമ്മളെ കുട്ടിയാക്കാൻ ശ്രമിക്കല്ലേ? കുട്ടിയാക്കാൻ ശ്രമിക്കാം. നമ്മളെ കുട്ടികൾക്ക് വേണമെങ്കിൽ വാണിമ്പലം മേൽപ്പാലത്തോടെ, അല്ലാണ്ട് ഈ വണ്ടി മേൽപ്പാലത്തൂടെ പോകുന്നില്ല. 12 വട്ടം എവിടെ 12 വട്ടം അവിടുന്ന് പോരുമ്പോഴാണെങ്കിൽ CK മില്ലിന്റെ അടുക്കത്തിയാണ്. CK മില്ലിന്റെ അടുക്കത്തിയാണ്. ഇത് തുറന്ന ഒരു അരമണിക്കൂർ 25 മിനിറ്റ് ഇതിന്റെ അടവ്. അപ്പോൾ ഇതിന് മറ്റേ ട്രെയിൻ വരാനായി. 11:30 ട്രെയിൻ വരാണ്ടല്ലോ. 11:30 ശരിക്കും മര്യാദക്ക് വേണമെങ്കിൽ ഒരു രാത്രി നട്ടപ്പാരാക്ക് പോവാം. എന്നാൽ ഒരു അടവ് ഉണ്ടാവില്ല. അങ്ങനെ പകലില്ല വരികയാണെങ്കിൽ പെരും അടവ് തന്നെയാണ്. ഏത് നേരത്തും കുടിക്കാണ്ട് ഇവിടെ ഇത്ര വണ്ടിന് ഡീസൽ അങ്ങനെ സ്റ്റാർട്ടാക്കിയാണ്ട് സ്റ്റാർട്ടിങ്ങിൽ ഇട്ടാണ്ട് എത്ര വണ്ടിന് ഡീസൽ വെച്ചിട്ടുണ്ട്. എത്ര ആൾക്കാരോടെ പോക മുണുങ്ങണം. ചില്ലറടങ്ങറല്ലട്ടത്. ഇവിടെയൊക്കെ ആ വണ്ടികളും പൂക്കോൺമടത്ത് വന്ന വണ്ടികൾ ചാടി. ഇനി ആ റോഡാണെങ്കിൽ പൂങ്ങോടുന്നില്ല വണ്ടികൾ ചാടി. അപ്പുറത്തോടെ താളയം കൊണ്ട് വന്നില്ല വണ്ടികൾ ചാടി. ചുരുക്കം പറയാണെങ്കിൽ തോടും പോയി ഒന്നാണ് മാറി വന്നുകൊണ്ട് ഇവിടെ നിൽക്കാണ്. കടലും കായലും ഒന്നാവൂലേ? കടലും കായലും ഒന്നാണ് മാറിയാണ് ഇപ്പൊ ഇവിടെ. എല്ലാ വണ്ടികളും വാണിയമ്പലത്താസ് ഉണ്ട്. എന്നാൽ പൂക്കോടുമാടത്തെ വണ്ടിക്ക് ഞാൻ അതിലെ പോകാം. അത്താണി കൂടെ പോകണമെന്നുണ്ടെങ്കിൽ റോഡിന്റെ ചേര് കാണണം. റോഡിൽ കൂടെ വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല. അല്ല തോണിയ ബോട്ടൊക്കെ ഉണ്ടെങ്കിൽ പോവാം. ആ റോഡുണ്ട് സയ്യാ കോളേജിന്റെ ഒക്കെ മുന്നിൽ ആകെ കൊണ്ടും കൊഞ്ചും. ഏതായാലും കട്ടക്കാലാണ് എന്തായാലും ചുരുക്കി പറഞ്ഞ